2025 ഒക്ടോബർ മാസം വിശാഖം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഭാഗ്യത്തിന്റെ വാതിലുകൾ തുറക്കുമോ, അതോ ചില പരീക്ഷണങ്ങളെ നേരിടേണ്ടി വരുമോ? നിങ്ങളുടെ ഉള്ളിലെ ശക്തിയെ തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകാൻ ഈ ഗ്രഹനില നിങ്ങളെ എങ്ങനെ സഹായിക്കും? അപ്രതീക്ഷിത നേട്ടങ്ങൾ നിങ്ങളെ തേടിയെത്തുമോ, അതോ കരുതലോടെ മുന്നോട്ട് പോകേണ്ടതുണ്ടോ? നിങ്ങളുടെ ഓരോ ചുവടുകളെയും സ്വാധീനിക്കാൻ പോകുന്ന ഈ ഒക്ടോബർ മാസത്തിലെ സമ്പൂർണ്ണ ഫലങ്ങൾ കരിയർ മുതൽ കുടുംബം വരെ, ആരോഗ്യം മുതൽ വിദ്യാഭ്യാസം വരെ, ഓരോ മേഖലയിലും നിങ്ങളെ കാത്തിരിക്കുന്നത് എന്തെന്ന് നമുക്ക് വിശദമായി നോക്കാം. മാസത്തിന്റെ തുടക്കത്തിൽ നിങ്ങളുടെ ജോലി സ്ഥലത്ത് ചില പുതിയ പ്രോജക്റ്റുകൾ ഏറ്റെടുക്കാൻ സാധ്യതയുണ്ട്. ഇത് നിങ്ങളുടെ കഴിവും കാര്യക്ഷമതയും തെളിയിക്കാൻ ഒരു അവസരമായിരിക്കും. എന്നാൽ ഈ പ്രോജക്റ്റുകളിൽ ചില വെല്ലുവിളികളും തടസ്സങ്ങളും നേരിടേണ്ടി വന്നേക്കാം. സഹപ്രവർത്തകരുമായി നല്ല ബന്ധം സ്ഥാപിക്കുന്നത് ഈ വെല്ലുവിളികളെ അതിജീവിക്കാൻ സഹായിക്കും. ആശയവിനിമയത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുക. തെറ്റിദ്ധാരണകൾ ഒഴിവാക്കാൻ ശ്രമിക്കുക. മേലുദ്യോഗസ്ഥരുടെ പിന്തുണ ലഭിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ അമിതമായ ആത്മവിശ്വാസം ഒഴിവാക്കുക. സ്വന്തമായി ബിസിനസ് നടത്തുന്നവർക്ക് ഈ മാസം നല്ല ലാഭം നേടാൻ സാധ്യതയുണ്ട്. പക്ഷേ പുതിയ നിക്ഷേപങ്ങളിൽ സൂക്ഷ്മത പുലർത്തുക. മാർക്കറ്റ് നന്നായി പഠിച്ച ശേഷം മാത്രം തീരുമാനങ്ങൾ എടുക്കുക. ഈ മാസം നിങ്ങളുടെ ജോലിയുമായി ബന്ധപ്പെട്ട് ചില യാത്രകൾ ആവശ്യമായി വന്നേക്കാം. ഈ യാത്രകൾ പുതിയ ബന്ധങ്ങൾ സ്ഥാപിക്കാനും പുതിയ അവസരങ്ങൾ കണ്ടെത്താനും സഹായിക്കും. തൊഴിൽ രഹിതർക്ക് ഈ മാസം പുതിയ ജോലി ലഭിക്കാൻ സാധ്യതയുണ്ട്. മാസത്തിന്റെ അവസാനത്തോടെ കരിയറിൽ ഒരു പുതിയ വഴിത്തിരിവുണ്ടാകാൻ സാധ്യതയുണ്ട്. സാമ്പത്തികമായി ഈ മാസം പൊതുവെ അനുകൂലമാണ്. ശമ്പള വർധനവോ മറ്റു വരുമാന സ്രോതസ്സുകളോ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എന്നാൽ ചെലവുകൾ ശ്രദ്ധിക്കുക. ആഡംബര വസ്തുക്കൾ വാങ്ങുന്നതിനും അനാവശ്യ കാര്യങ്ങൾക്കും പണം ചെലവഴിക്കാൻ സാധ്യതയുണ്ട്. ഇത് സാമ്പത്തിക പ്രതിസന്ധി കാരണമായേക്കാം. ഒരു ബഡ്ജറ്റ് ഉണ്ടാക്കി അതിനനുസരിച്ച് ചിലവഴിക്കുന്നത് വളരെ പ്രധാനമാണ്. ദീർഘകാല നിക്ഷേപങ്ങൾക്ക് ഈ മാസം നല്ല സമയമാണ്. റിയൽ എസ്റ്റേറ്റ്, ഓഹരികൾ എന്നിവയിൽ നിക്ഷേപിക്കുന്നത് ഭാവിയിൽ നല്ല ലാഭം നൽകിയേക്കാം. കടബാധ്യതകൾ ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാൻ ഈ മാസം ശ്രമിക്കുക. കുടുംബപരമായ ചില ചെലവുകൾ ഈ മാസം പ്രതീക്ഷിക്കാം. കുട്ടികളുടെ വിദ്യാഭ്യാസം, വിവാഹം അല്ലെങ്കിൽ വീട്ടിൽ അറ്റകുറ്റപ്പണികൾ എന്നിവയ്ക്കായി പണം ചെലവഴിക്കേണ്ടി വന്നേക്കാം. അപ്രതീക്ഷിത ധനലാഭം ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിലും അത് നിങ്ങളുടെ ധനസ്ഥിതിയെ അമിതമായി സ്വാധീനിക്കില്ല. സാമ്പത്തിക കാര്യങ്ങളിൽ ഒരു വിദഗ്ധ ഉപദേശം തേടുന്നത് എപ്പോഴും നല്ലതാണ്. കുടുംബ ബന്ധങ്ങളിൽ ഈ മാസം സമ്മിശ്ര ഫലങ്ങൾ പ്രതീക്ഷിക്കാം. കുടുംബാംഗങ്ങളുമായി കൂടുതൽ സമയം ചെലവഴിക്കാൻ സാധിക്കും. ആഘോഷങ്ങളിലും ഒത്തുചേരലുകളിലും പങ്കെടുക്കാൻ അവസരം ലഭിക്കും. ഇത് കുടുംബ ബന്ധങ്ങൾ ശക്തിപ്പെടുത്താൻ സഹായിക്കും. എന്നാൽ ചില ചെറിയ തർക്കങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ക്ഷമയോടെയും വിവേകത്തോടെയും കാര്യങ്ങളെ കൈകാര്യം ചെയ്യുക. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ മാനിക്കാൻ ശ്രമിക്കുക. ദാമ്പത്യ ജീവിതത്തിൽ സ്നേഹവും ഐക്യവും വർദ്ധിക്കും. പങ്കാളിയുമായി കൂടുതൽ അടുത്തിടപഴകാൻ സാധിക്കും. അവിവാഹിതരായവർക്ക് പുതിയ പ്രണയബന്ധങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മാതാപിതാക്കളുടെ ആരോഗ്യം ശ്രദ്ധിക്കുക. അവർക്ക് ആവശ്യമായ പിന്തുണ നൽകുക. കുട്ടികളുമായി കൂടുതൽ അടുപ്പം സ്ഥാപിക്കുക. അവരുടെ പഠനത്തിലും മറ്റു കാര്യങ്ങളിലും ശ്രദ്ധിക്കുക. സുഹൃത്തുക്കളുമായി സന്തോഷകരമായ നിമിഷങ്ങൾ പങ്കിടാൻ സാധിക്കും. പുതിയ സൗഹൃദങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. എന്നാൽ ചില സുഹൃത്തുക്കളുമായി തർക്കങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. തെറ്റിദ്ധാരണകൾ ഒഴിവാക്കാൻ തുറന്ന് സംസാരിക്കുക. ആരോഗ്യകാര്യങ്ങളിൽ ഈ മാസം കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ്. ചെറിയ അസുഖങ്ങളായ പനി, ജലദോഷം, തലവേദന, ദഹന പ്രശ്നങ്ങൾ എന്നിവ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കൃത്യസമയത്ത് വൈദ്യസഹായം തേടുക. ആരോഗ്യകരമായ ജീവിതശൈലി പിന്തുടരുക. സമീകൃത ആഹാരം കഴിക്കുക. പുറത്തു നിന്നുള്ള ഭക്ഷണം ഒഴിവാക്കുക. ആവശ്യത്തിന് ഉറങ്ങാൻ ശ്രമിക്കുക. ദിവസവും വ്യായാമം ചെയ്യുന്നത് നിങ്ങളുടെ ശരീരത്തിനും മനസ്സിനും നല്ലതാണ്. മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ യോഗ, ധ്യാനം എന്നിവ ശീലമാക്കുക. യാത്ര ചെയ്യുമ്പോൾ ശുചിത്വത്തിലും ഭക്ഷണത്തിലും ശ്രദ്ധിക്കുക. അപകടങ്ങളിൽ നിന്ന് സ്വയം സംരക്ഷിക്കാൻ ശ്രമിക്കുക. വാഹനം ഓടിക്കുമ്പോൾ ജാഗ്രത പാലിക്കുക. അമിത ജോലി ഒഴിവാക്കുക. വിശ്രമിക്കാൻ സമയം കണ്ടെത്തുക. വിദ്യാർത്ഥികൾക്ക് ഈ മാസം പഠനത്തിൽ നല്ല പുരോഗതി ഉണ്ടാകും. പുതിയ വിഷയങ്ങൾ പഠിക്കാനും കൂടുതൽ അറിവ് നേടാനും സാധിക്കും. പരീക്ഷകളിൽ മികച്ച വിജയം നേടാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ കഠിനാധ്വാനം നല്ല ഫലങ്ങൾ നൽകും. ഉന്നത വിദ്യാഭ്യാസത്തിനായി ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ ഫലങ്ങൾ ലഭിക്കും. വിദേശത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ ലഭിക്കാം. ഗവേഷണ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഈ മാസം നല്ല പുരോഗതി ഉണ്ടാവും. പുതിയ കണ്ടെത്തലുകൾ നടത്താൻ സാധിക്കും. പുതിയ കോഴ്സുകൾ പഠിക്കാനും പുതിയ കഴിവുകൾ നേടാനും ഈ മാസം നല്ലതാണ്. നിങ്ങളുടെ ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും വർദ്ധിക്കും. ഇത് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ നൽകാൻ സഹായിക്കും. പഠനത്തിൽ എന്തെങ്കിലും തടസ്സങ്ങൾ നേരിടുകയാണെങ്കിൽ അധ്യാപകരുടെയോ മുതിർന്നവരുടെയോ സഹായം തേടുക. ഈ മാസം ചില യാത്രകൾ ആവശ്യമായി വന്നേക്കാം. ഔദ്യോഗിക ആവശ്യങ്ങൾക്കായി ദൂരയാത്രകൾ വേണ്ടി വന്നേക്കാം. ഈ യാത്രകൾ നിങ്ങളുടെ കരിയറിന് ഗുണകരമാകും. പുതിയ ബന്ധങ്ങൾ സ്ഥാപിക്കാനും പുതിയ അവസരങ്ങൾ കണ്ടെത്താനും സാധിക്കും. കുടുംബത്തോടൊപ്പം വിനോദയാത്രകൾ പോകാൻ അവസരം ലഭിക്കും. ഇത് കുടുംബ ബന്ധങ്ങൾ ശക്തിപ്പെടുത്താൻ സഹായിക്കും. ആത്മീയ കാര്യങ്ങളിൽ താല്പര്യമുള്ളവർക്ക് തീർത്ഥാടനങ്ങൾ നടത്താൻ അവസരം ലഭിക്കും. ഇത് മനസ്സിന് സമാധാനവും സന്തോഷവും നൽകും. യാത്ര ചെയ്യുമ്പോൾ ആരോഗ്യകാര്യങ്ങളിലും സുരക്ഷയിലും ശ്രദ്ധിക്കുക. മുൻകൂട്ടി തയ്യാറെടുപ്പുകൾ നടത്തുക. ഈ മാസം ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ നൽകുന്നത് നിങ്ങളുടെ മനസ്സിന് സമാധാനവും സന്തോഷവും നൽകും. ദിവസവും ധ്യാനം, യോഗ എന്നിവ ശീലമാക്കുന്നത് നല്ലതാണ്.
പ്രാർത്ഥനകൾ നടത്തുന്നത് നിങ്ങളുടെ മനസ്സിൽ നല്ല ചിന്തകൾ നിറയ്ക്കും. തീർത്ഥാടനങ്ങൾ നടത്താൻ അവസരം ലഭിക്കും. ഇത് നിങ്ങളുടെ ആത്മീയ ജീവിതത്തിന് പുതിയ ഉണർവ് നൽകും. മറ്റുള്ളവരെ സഹായിക്കാനും സമൂഹത്തിൽ നല്ല കാര്യങ്ങൾ ചെയ്യാനും അവസരം ലഭിക്കും. നിങ്ങളുടെ ആത്മീയ ജീവിതം മെച്ചപ്പെടുത്താൻ ഈ മാസം അനുകൂലമായ സമയമാണ്. വിശാഖം നക്ഷത്രക്കാർക്ക് 2025 ഒക്ടോബർ മാസത്തിലെ പൊതുവായ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ വിവിധ പ്രശ്നങ്ങൾക്ക് ആശ്വാസം നൽകാനും പോസിറ്റീവ് എനർജി വർദ്ധിപ്പിക്കാനും സഹായിക്കുന്ന ചില പ്രധാന പരിഹാരങ്ങൾ നോക്കാം. വ്യാഴം സൗഭാഗ്യം, ധനം, ജ്ഞാനം, ആത്മീയത, ഭാഗ്യം എന്നിവയുടെ ഗ്രഹമാണ്. വ്യാഴത്തിന്റെ പ്രതികൂല സ്വാധീനം കുറയ്ക്കാനും അനുകൂലമായ സ്വാധീനം വർദ്ധിപ്പിക്കാനും വിഷ്ണു ഭഗവാനെ പ്രീതിപ്പെടുത്തുന്നത് ഉത്തമമാണ്. വിഷ്ണു ഭഗവാൻ ലോകത്തിന്റെ പരിപാലകനാണ്. എല്ലാ വ്യാഴാഴ്ചകളിലും അടുത്തുള്ള വിഷ്ണു ക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തുക. വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് വളരെ പ്രധാനമാണ്. ക്ഷേത്രത്തിൽ തുളസി അർപ്പിക്കുന്നത് വിഷ്ണു ഭഗവാന് ഏറ്റവും പ്രിയങ്കരമാണ്. മഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കുന്നത് വ്യാഴത്തിന്റെ അനുകൂല ഊർജ്ജത്തെ ആകർഷിക്കാൻ സഹായിക്കും. സാധ്യമെങ്കിൽ ക്ഷേത്രത്തിൽ നെയ്വിളക്ക് കത്തിക്കുക. വിഷ്ണു ഭഗവാന് പായസം അല്ലെങ്കിൽ കേസരി നിവേദിക്കുന്നത് നല്ലതാണ്. ഇത് നിങ്ങളുടെ ഭാഗ്യം വർദ്ധിപ്പിക്കാനും സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താനും അറിവ് നേടാനും ആത്മീയമായി ഉന്നതിയിലെത്താനും സഹായിക്കും. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കും. ശനി കർമ്മം, അച്ചടക്കം, ഉത്തരവാദിത്വം, കഠിനാധ്വാനം എന്നിവയുടെ ഗ്രഹമാണ്. ശനിയുടെ ദോഷകരമായ സ്വാധീനം ജീവിതത്തിൽ തടസ്സങ്ങൾ, കാലതാമസം, ആരോഗ്യ പ്രശ്നങ്ങൾ, കരിയറിലെ വെല്ലുവിളികൾ എന്നിവ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ശനിയെ പ്രീതിപ്പെടുത്തുന്നത് ഈ ദോഷങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും. എല്ലാ ശനിയാഴ്ചകളിലും അടുത്തുള്ള ശനി ക്ഷേത്രത്തിൽ പോവുക. ക്ഷേത്രത്തിൽ ശനി ഭഗവാന് എള്ളെണ്ണ സമർപ്പിക്കുകയോ വിളക്ക് കത്തിക്കുകയോ ചെയ്യാം. സാധ്യമെങ്കിൽ ശനിക്ഷേത്രത്തിൽ 9 അല്ലെങ്കിൽ 11 തവണ പ്രദക്ഷിണം ചെയ്യുക. ശനിമന്ത്രം 108 തവണ ജപിക്കുക. കറുത്ത വസ്ത്രങ്ങൾ ധരിക്കുന്നത് ശനിയുടെ ഊർജവുമായി ബന്ധപ്പെട്ടതാണ്. ക്ഷേത്രത്തിൽ പാവപ്പെട്ടവർക്ക് എള്ള്, ചോറ് അല്ലെങ്കിൽ കറുത്ത ഉഴുന്ന് എന്നിവ വിതരണം ചെയ്യുക. ഇത് കരിയറിലെ തടസ്സങ്ങൾ നീക്കാനും ജോലിസ്ഥലത്തെ പ്രശ്നങ്ങൾ കുറയ്ക്കാനും ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് ആശ്വാസം നേടാനും സഹായിക്കും. അച്ചടക്കവും കഠിനാധ്വാനവും വർദ്ധിക്കും. ചൊവ്വ ഊർജം, ധൈര്യം, ശക്തി, സംരക്ഷണം, ആത്മവിശ്വാസം എന്നിവയുടെ ഗ്രഹമാണ്. ചൊവ്വയുടെ പ്രതികൂല സ്വാധീനം കോപം, വഴക്കുകൾ, അപകടങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങൾ എന്നിവയ്ക്ക് കാരണമായേക്കാം. സുബ്രഹ്മണ്യ സ്വാമി ചൊവ്വയുടെ അതിദേവതയാണ്. എല്ലാ ദിവസങ്ങളിലും അടുത്തുള്ള സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. സുബ്രഹ്മണ്യ ഭഗവാന് പനിനീർ, ചുവന്ന പുഷ്പങ്ങൾ, പാലഭിഷേകം എന്നിവ നടത്തുന്നത് ഉത്തമമാണ്. വഴിപാടായി കാവടി എടുക്കുന്നതും പ്രത്യേക പൂജകൾ നടത്തുന്നതും ഫലപ്രദമാണ്. ഇത് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും ഭയത്തെ അതിജീവിക്കാനും കോപം നിയന്ത്രിക്കാനും അപകടങ്ങളിൽ നിന്ന് സംരക്ഷണം നേടാനും സഹായിക്കും. ധൈര്യത്തോടെ തീരുമാനങ്ങൾ എടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ഗായത്രി മന്ത്രം ഏറ്റവും ശക്തമായ മന്ത്രങ്ങളിൽ ഒന്നാണ്. ഇത് സൂര്യദേവനോടുള്ള പ്രാർത്ഥനയാണ്. ഇത് ബുദ്ധിശക്തി, ഏകാഗ്രത, മാനസിക സമാധാനം, ആത്മീയ ഉണർവ് എന്നിവ നൽകുന്നു. എല്ലാ ഗ്രഹദോഷങ്ങളെയും ഒരു പരിധിവരെ ലഘൂകരിക്കാൻ ഇതിന് കഴിയും. ഈ പരിഹാരങ്ങൾ വ്യക്തിഗത ജാതകം അനുസരിച്ച് വ്യത്യാസപ്പെടാം. ഏറ്റവും കൃത്യമായ ഫലങ്ങൾക്കായി ഒരു ജ്യോതിഷ പണ്ഡിതനുമായി ആലോചിച്ച് നിങ്ങളുടെ ജാതകം വിശകലനം ചെയ്ത ശേഷം പരിഹാരങ്ങൾ ചെയ്യുന്നത് ഉത്തമമായിരിക്കും. ഈ പരിഹാരങ്ങൾ ആത്മാർത്ഥതയോടെയും ഭക്തിയോടെയും അനുഷ്ഠിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ കൊണ്ടുവരാൻ സഹായിക്കും. 2025 ഒക്ടോബർ മാസം വിശാഖം നക്ഷത്രക്കാർക്ക് പൊതുവെ സമ്മിശ്ര ഫലങ്ങൾ നൽകുന്ന ഒരു കാലഘട്ടമായിരിക്കും. നല്ല കാര്യങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ടെങ്കിലും ചില വെല്ലുവിളികളും നേരിടേണ്ടി വന്നേക്കാം. എല്ലാ കാര്യങ്ങളിലും ക്ഷമയോടെയും വിവേകത്തോടെയും പെരുമാറുക. കഠിനാധ്വാനം ചെയ്യാനും നല്ല ചിന്തകൾ മനസ്സിൽ സൂക്ഷിക്കാനും ശ്രദ്ധിക്കുക. നിങ്ങളുടെ കഴിവിൽ വിശ്വാസം അർപ്പിക്കുക. പ്രതിസന്ധികളെ അവസരങ്ങളാക്കി മാറ്റാൻ ശ്രമിക്കുക. ഈ മാസത്തെ നിങ്ങളുടെ ഓരോ ചുവടും ശ്രദ്ധയോടെ വെക്കുക. നല്ല കാര്യങ്ങൾക്കായി പരിശ്രമിക്കുക. പ്രതികൂല സാഹചര്യങ്ങളെ നേരിടാൻ തയ്യാറാകുക. നിങ്ങളുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു.